പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തന പുസ്തകം 105 അധ്യായം അതിന്റെ 24 വാക്യം ഇങ്ങനെ വായിച്ചു തുടങ്ങുകയാണ്. ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. അതേ പ്രിയമുള്ളവരെ, അനുഗ്രഹിതമായ ഒരു വചനഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവാത്മാവ് തരുവാനായിട്ട് ഇടയായി തീർന്നത്. ഇങ്ങനെയാണ് നാം വായിച്ചത്. ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിച്ചു. അതെ, ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകതയാണ് നാം കാണുവാനായിട്ട് ഇടയായി തീരുന്നത്. ഇവിടെ ദൈവത്തിന്റെ മക്കൾ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നവരെ, ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവ് ഒരു അനുഗ്രഹത്തെ തരുന്നത് ഇതാണ്: അവർ വർദ്ധിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. അതെ, അവർ എല്ലാ നിലകളിലും വർദ്ധിക്കുവാൻ ദൈവം അവരെ സഹായിക്കും. ദൈവത്തിന്റെ സഹായം അവരുടെ ജീവിതത്തിനകത്തോണ്ട് മാനുഷിക സഹായത്തെക്കാൾ, മാനുഷ്യമായ സപ്പോർട്ടിനേക്കാൾ ദൈവത്തിന്റെ സഹായം അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ട് എന്നതിന്റെ തെളിവാണ് അവർ വർദ്ധിക്കുന്നു എന്നത്. ഒരുപക്ഷെ പ്രയാസങ്ങൾ വരാം, നിരാശകൾ വരാം, വേദനകൾ വരാം, രോഗങ്ങൾ വരാം, മറ്റ് അനേകമായ പ്രതിസന്ധികൾ സാധാരണ ആളുകളെ പോലെ തന്നെ അവരുടെ ജീവിതത്തിനകത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവാത്മാവ് പറയുകയാണ്, ദൈവം തന്നെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടാകുന്നത് ദൈവജനത്തിന്റെ മേലാണ്. കാരണം മറ്റ് ഉള്ളവർ സമ്പാദിച്ചു എന്ന് വരാൻ ചിലപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെക്കാൾ ഏറ്റവും വർധനവ് അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കാഴ്ചയ്ക്ക് തോന്നിയാലും പ്രത്യക്ഷമായ മേഖലകൾക്കകത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരികിലും പിന്നത്തേതിൽ വേഗത്തിൽ എന്ത് ചെയ്യുക, സമ്പത്ത് നഷ്ടമായി പോവുകയാണ്, അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയുമില്ലെങ്കിൽ അവർക്ക് സംതൃപ്തിയോടെ ആ ഒരു ഭാഗത്തിനകത്ത് നിൽക്കാൻ കഴിയാതെ പരാജയപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ വചനം വളരെ വ്യക്തതയോടെ പറയുകയാണ്, ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കും. അതായത് നിരാശയിലും വേദനയിലും രോഗത്തിന്റെ അവസ്ഥകളും പലവിധമായ അസ്വസ്ഥതകളുടെ നടുവിൽ ദൈവജനത്തിന്റെ ഒരു പ്രത്യാശ എന്താണെന്നറിയാമോ? അവർ വർദ്ധിക്കുമെന്നുള്ളതാണ് അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതായത് അവർ തീർന്നു പോകത്തില്ല, ഒരു വിഷയത്തെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, ഒരു വിഷയത്തിനകത്തും അവരില്ലായ്മയായി പോകത്തില്ല എന്നാണ് ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. വചനം പറയുകയാണ്, ദൈവത്തിന്റെ ജനത്തെ അവൻ വർദ്ധിപ്പിക്കുകയും മാത്രമല്ല അവർ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കി. അതായത് അതിന്റെ അർത്ഥം എന്താണ്? വൈരികളില്ല എന്നുള്ളതല്ല, യുദ്ധമില്ല എന്നുള്ളതല്ല, ഇല്ലെങ്കിൽ എതിർമണ്ഡലം ഒരിക്കലും അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു വൈരികളെക്കാൾ, അഥവാ അവർക്ക് വൈരികളുണ്ട്, യുദ്ധം ചെയ്യാൻ എഗനസ്റ്റ് ആയിട്ടുള്ള സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി തരുന്നത്. ഇവിടെ പറയുന്നു വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കി. കാരണം വൈരികൾ എത്രമാത്രം രോഗത്തിലൂടെ ഇല്ലെങ്കിൽ ബാധ്യതകളുടെ നടുവിലൂടെ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിഷയത്തിന്റെ നടുവിലൂടെ ഇവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇവർ അതിനേക്കാൾ ബലവാന്മാരായി മാറുകയാണ്. കാരണം ഈ ഒരു ശക്തിക്കും ഇവരെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട്. രോഗം വന്നിട്ട് അവർ ക്ഷീണിച്ചു പോയില്ല, ഇനി പ്രയാസം വന്നിട്ട് അവർ തളർന്നു പോയില്ല, അതിനകത്ത് അവർ അതിജീവിക്കുകയാണ്, ഇല്ലെങ്കിൽ അതിനകത്ത് ഒരു ശക്തിയോട് നിൽക്കുകയുള്ളൂ. ഒട്ടും ബലം കുറയാതെ അവർ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് എഗനിസ്റ്റായി വന്ന വൈരികളെക്കാൾ ഇവർ എന്തുകൊണ്ടും ബലവാന്മാരാണ്. അതേ പ്രിയമുള്ളവരെ, ഒരു അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ വരട്ടെ, ആ അസ്വസ്ഥതകൾക്കകത്തൂടെ നാം മറികടക്കുമ്പോൾ, ആ അസ്വസ്ഥതകൾക്കകത്തൂടെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ ഒരു വിഷയത്തിനകത്തൂടെ നാം മറികടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വിഷയത്തിനകത്തൂടെ ഞാൻ ഒരുപാട് കാര്യത്തിനകത്ത് ഞാൻ ഫ്രീ ആയി എന്നൊരു കാര്യം നമുക്ക് ആ വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവാത്മാവ് ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ വൈരികളോ എഗനിസ്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉയർന്നു വരത്തില്ല എന്നല്ല അർത്ഥം. മറിച്ച് ദൈവം തന്റെ ജനത്തെ വർദ്ധിപ്പിക്കും. ദൈവം തന്റെ ജനത്തെ ഒരു അസ്വസ്ഥത നടുവിലും വിട്ടുകൊടുക്കത്തില്ല. അവരെ ദൈവം അധികാരത്തോടെ നിർത്തുമാറാക്കും. എന്നിട്ട് പറയുകയാണ്, അവരെ ദൈവം ആ സമയത്താണ് അവരെ വർദ്ധിപ്പിക്കുന്നത്. അവരെ അസ്വസ്ഥമാക്കുന്ന വിഷയത്തിന്റെ നടുവിലാണ് അവർ വളരുന്നത്. മാത്രമല്ല അവർ പെരുകുവാനായിട്ട് ഇടയായി തീരും. അവരെല്ലാ രീതിയിലും കരുത്തരായി മാറും. മാത്രമല്ല അവരെന്ത് ചെയ്യും? വൈരികളെക്കാൾ ബലവാന്മാരാകും. അപ്പൊ വൈരികളില്ലെന്നല്ല അതിന്റെ അർത്ഥം. വൈരികൾക്കകത്ത് അതിശക്തമായി പ്രതികരണ ശേഷിയുള്ളവരായി ദൈവം കൊണ്ടുവരും. അതേ പ്രിയമുള്ളവരെ, ഇന്നിന്റെ പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ ദൈവാത്മ വളരെ ശക്തമായ ഒരു കാര്യം ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരോടും സംസാരിക്കും. നിങ്ങളുടെ വൈരികളെക്കാൾ ബലവാന്മാരാണ്. അതേ, നിങ്ങൾ വർദ്ധിക്കുന്ന ടൈമാണ് ഈ സമയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് വർദ്ധിക്കുക, വൈരികളെക്കാൾ ബലവാന്മാരായി തീരുക. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.